നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറിവ് മക്കളെയും പാതി ജീവനും വിട പറഞ്ഞതിന്റെ നൊമ്പരത്ത് തേങ്ങുകയാണ് സാലിയും നിഷയും. നിഖിലെ, മോനെ, നീ ഇതിനു വേണ്ടിയായിരുന്നോടാ നാട്ടിലേക്ക് വന്നത്? എന്റെ പിള്ളേരും ഇച്ചാനും എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലോ എന്ന് നിഖിലിന്റെ അമ്മ സാലി നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ കേട്ടു നിന്നവർക്കും കരച്ചിലടക്കാനായില്ല. കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനായിരുന്ന നിഖിൽ വിവാഹത്തിന് വേണ്ടിയാണ് നാട്ടിലെത്തിയത്. ജനുവരി 18-ന് അനുവിനോടൊപ്പം തിരിച്ചു പോകാനിരിക്കുമ്പോഴാണ് ദുരന്തം. നിഖിൽ മുസലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. പള്ളിയിലെ പരിപാടികളും സജീവമായിരുന്നു. നിഖിലിന്റെ സഹോദരി നീത വിദേശത്താണ്. അനുവിന്റെ വീടിന്റെ സ്വീകരണ മുറിയിൽ തെങ്ങിക്കരയുന്ന അനുവിന്റെ അമ്മ നിഷയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്ത് പറയണമെന്നറിയാതെ അവസ്ഥയിലായിരുന്നു ബന്ധുക്കളും അടുപ്പക്കാരും. കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു ഭർത്താവ് ബിജു. മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് വീട് വെച്ചു നൽകുന്ന പ്രവർത്തനങ്ങളിൽ അടക്കം മുന്നിൽ നിന്നവരാണ് അനുവും സഹോദരൻ ആരോണും. അപ്രതീക്ഷിത നഷ്ടത്തിന് ഹൃദയം തകർന്ന് ഇരിക്കുകയാണ് ആരോണും. പിതാവിനെയും സഹോദരിയും സഹോദരി ഭർത്താവിനെയും നഷ്ടപ്പെട്ട ആരോണിനെ ആശ്വസിപ്പിക്കാനാവാതെ സങ്കടപ്പെടുകയായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും. സഹോദരി അനുവും ഭർത്താവ് നിഖിലും മലേഷ്യയിൽ നിന്നെത്തുമ്പോൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആരോൺ. തിരുവനന്തപുരത്ത് നിന്ന് എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ ബിജുവിന്റെയും ഒപ്പമുള്ളവരുടെയും ഫോണിലേക്ക് ബന്ധുക്കൾ വിളിച്ചെങ്കിലും മറുപടിയില്ലായിരുന്നു. അല്പം കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. വിവരമറിഞ്ഞ് കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴാണ് അപകടത്തിന്റെ ആഴം ബന്ധുക്കൾ നടുക്കത്തോടെ തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബിജുവിന്റെയും നിഖിലിന്റെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് എത്തിച്ചപ്പോൾ തളർന്നുപോയ ആരോണിനെ സുഹൃത്തുക്കൾ ചേർന്ന് പിടിച്ചു. അനുവിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് 12:45 പുറത്തെത്തിച്ചത്. ആംബുലൻസിൽ പ്രിയ സഹോദരിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ആരോൺ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഉള്ളുലച്ചു. മലേഷ്യയിലേക്ക് പോകാനായി നിഖിലിനെയും അനുവിനെയും ചൊവ്വാഴ്ചയാണ് നിഖിലിന്റെ ബന്ധുവായ അമിത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചത്. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങി. കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട അതേ കാറിൽ തന്നെയായിരുന്നു ഇവരെ വിമാനത്താവളത്തിലെത്തിച്ചത്. മലേഷ്യയിൽ നിന്ന് ഇവർ തിരികെ എത്തുമ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാനും അമിതിനെയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ അവസാന നിമിഷം തീരുമാനം മാറി. താനും അനുവിന്റെ പിതാവും ചേർന്ന് വിളിച്ചുകൊണ്ടുവരാമെന്ന് നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ അമിതിനെ അറിയിക്കുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി അമൽ ജോഡി എഞ്ചിനീയറിംഗ് കോളേജിലെ എംടെക് വിദ്യാർത്ഥിയാണ് അമിത്. ജനറൽ ആശുപത്രിയിൽ ഒരു വർഷത്തോളം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായിരുന്ന ബിജു താൻ കാവലായി നിന്നിരുന്ന ആശുപത്രിയിലേക്ക് അവസാനമായി എത്തി. നല്ല ഓർമ്മകൾ മാത്രമുള്ള പ്രിയപ്പെട്ട മുൻ സഹപ്രവർത്തകൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പൂക്കളുമായി സഹപ്രവർത്തകർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ കാത്തുനിന്നു. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ ശേഷം ബിജുവിന്റെ മൃതദേഹം 10 മിനിറ്റ് പൊതുദർശനത്തിനായി ആശുപത്രിക്ക് മുന്നിൽ വെച്ചിരുന്നു. ഒട്ടേറെ പേർ ആദരാഞ്ജലി അർപ്പിച്ചു. എല്ലാവരോടും സൗഹൃദം കാത്തു സൂക്ഷിച്ചയാളാണ് ബിജുവെന്നും മറ്റു ജോലിയിൽ പ്രവേശിച്ച ശേഷം പോലും പഴയ പരിചയക്കാരെ സഹായിക്കാൻ താല്പര്യമെടുക്കുന്ന വ്യക്തിയായിരുന്നെന്നും ജനറൽ ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായ വിമൽ ഓർത്തു. തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ച ശേഷം രാത്രി 10:15 കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ ബിജു സാധാരണ പോലെ സന്ദേശങ്ങൾ അയച്ചിരുന്നു. നേരം പുലർന്നപ്പോൾ ബിജുവിന്റെയും ഉറ്റവരുടെയും മരണ വാർത്തയും ഇരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എത്തിയത് എല്ലാവർക്കും നടുക്കമായി. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും വിദേശത്തായിരുന്ന മത്തായി ഈപ്പൻ നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ട് 10 വർഷമേ ആയുള്ളൂ. വിദേശത്ത് ബിസിനസ് ചെയ്തിരുന്നെങ്കിലും നാട്ടിലെത്തി കൃഷിയും മറ്റു കാര്യങ്ങളുമായി ജീവിതം നയിക്കുകയായിരുന്നു. എല്ലാ ആഴ്ചയിലും നടത്തുന്ന കുടുംബ പ്രാർത്ഥനകളിലും പള്ളിയിലെ ആരാധനയിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. സൗമ്യ പ്രകൃതക്കാരനായിരുന്നു എന്നാണ് ഇടവകങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.